അങ്ങനെ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകളൊന്നും സഹിക്കാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ആണ് എന്ന് നമ്മുടെ ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അതല്ലെങ്കിലും ട്രംപ് അതേ പറയൂ എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഓക്കെ, ഞങ്ങൾ ട്രംപ് പറഞ്ഞ പോലെ താന്ന് വണങ്ങ് കേന്ന് പറഞ്ഞത് കേട്ടോളാം എന്നല്ല. ഇറാൻ ആവശ്യങ്ങൾ ഓരോ വട്ടം കൂട്ടിക്കൊണ്ടിരുന്നിട്ടേ ഉള്ളൂ. അവസാനം കൊടുത്തതിലും ഇറാൻ പറഞ്ഞത് ഇനി ഗസയിലോട്ടും അതുപോലെ തന്നെ പലസ്തീൻ, വെസ്റ്റ് ബാങ്ക്, ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ടും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ പോലും നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ. അതായത് ഈ യുദ്ധം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മാത്രം നോക്കണ്ട, ഞങ്ങളുടെ സഹോദരങ്ങളുടെ കാര്യം കൂടെ നോക്കണം എന്നാണ് ഇറാൻ ഉദ്ദേശിച്ചത്. ഏതാണെങ്കിലും ആ പറഞ്ഞ കാര്യം അൺഅക്സെപ്റ്റബിൾ ആണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. I have just read the response from Iranian so-called representatives. I don't like it. Totally unacceptable. Thank you for your attention to this matter. President Donald J. Trump. ഏതായാലും ഇത് സോക്കോൾഡ് റെപ്രസെൻറ്റേറ്റീവ്സ് പറഞ്ഞത് എന്താണെന്നുള്ളതല്ലേ. ഏതായാലും സോക്കോൾഡ് ആണോ അല്ലെങ്കിൽ ആ പറഞ്ഞ സോക്കോൾഡിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഇന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത്, അത് ഇത്രയും കാലം ഇത്രയും ദിവസം പരിക്ക് പറ്റി മുസ്തഫ കാമിനി ഇവിടെ ഒളിച്ചിരിക്കുകയാണ്, പുറത്തോട്ട് വന്നിട്ടില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മറുപടിയായിട്ട് ഇന്ന് മുസ്തഫ കാമിനിയുടെ തന്നെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഏത് രീതിയിലുള്ള ആക്രമണങ്ങൾ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കണ്ണടച്ച് തീർത്തേക്കാനാണ് പറഞ്ഞത്. അതായത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ, നിങ്ങളുടെ കയ്യിൽ ഇനി എത്ര ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മീൻസ് നമ്മുടെ കയ്യിൽ, അത് ഇറാനിയൻ IRGCയുടെ ആളുകൾക്ക് അല്ലെങ്കിൽ കമാൻഡേഴ്സിനോട് കൊടുത്തിട്ടുള്ളത് കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുക്കുക, അടിച്ച് തീർത്തേക്കാം, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നുള്ള റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോക്കോൾ റെപ്രസെൻറ്റേറ്റീവ് ആരാ എന്നുള്ളത് ട്രംപിനെ അറിയാത്തത് കൊണ്ടല്ല, ട്രംപിൻ്റെ കളസം കീറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ട്രംപിൻ്റെ. അതുകൊണ്ട് തന്നെ ട്രംപിന് ഇങ്ങനെ സംസാരിക്കാൻ ഇനി പറ്റുള്ളൂ, അതല്ലെങ്കിൽ മൊത്തത്തിൽ മുഞ്ചിത്തെറ്റും എന്ന് നല്ല വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു റെസ്പോൺസ് ഇപ്പം ട്രംപിൻ്റെ സൈഡിൽ നിന്ന് വന്നത് ഇന്നലെ രാത്രി വന്നാണ് കേട്ടോ, നിങ്ങളിപ്പോൾ രാവിലെ കാണുന്നുള്ളൂ. വന്നെങ്കിലും അതിൻ്റെ മുമ്പ് തന്നെ ഈ ഒരു മൊത്തം കാര്യങ്ങൾ പുറത്തോട്ട് വന്ന സമയത്ത് തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി നമ്മുടെ ചുണ്ടലി നെതന്യാഹുവുമായിട്ട് ഓൾറെഡി ഒരു ചർച്ച ട്രംപും നെതന്യാഹുവും ത്രൂ കോളിൽ നടന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് നെതന്യാഹുവിൻ്റെ സൈഡിൽ നിന്ന് റെസ്പോൺസ് നമ്മളൊന്ന് കണ്ടിട്ടുണ്ട്. ആ റെസ്പോൺസ് ഇങ്ങനെ ആയിരുന്നു, അതായത് ഞങ്ങൾ യുദ്ധം നിർത്തിയിട്ടില്ല, ആരൊക്കെ യുദ്ധം നിർത്തിയിട്ടെങ്കിൽ ഞങ്ങൾ യുദ്ധം നിർത്തിയിട്ടില്ല, ഞങ്ങൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കും എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ആ പ്രസ്താവന വന്നപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ട്രംപ് അൺഅക്സെപ്റ്റബിൾ ആണെന്നേ പറയാൻ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു പറയുന്നില്ല. കാരണം മൊത്തത്തിൽ അവരുടെ ഇടയിൽ തന്നെ ഒരു വല്ലാത്തൊരു ഇത് രൂപപ്പെട്ടിട്ടുണ്ട്. ട്രംപിന് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തി ഇതിന്ന് വലിഞ്ഞു പോകണമെന്നായിരുന്നു. പക്ഷേ യുദ്ധം നിർത്താണ്ട് ഇറാൻ അങ്ങ് എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് അമേരിക്കയുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് ഇറാൻ അങ്ങ് തീർക്കണം എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് നെതന്യാഹു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിലുള്ള ഒരു ക്ലാഷ് ഭയങ്കരമായിട്ട് ഇപ്പം പുറത്തോട്ട് വന്നിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അപ്പം ട്രംപിന് പേടിയുള്ള ഒരു കൂട്ടരാണല്ലോ ജൂതന്മാർ, അല്ലെങ്കിൽ ട്രംപിൻ്റെ അടിമുടി അളക്കാൻ പറ്റുന്ന സാധനങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നെതന്യാഹുവും അതുപോലെ മൊസാദും കൂട്ടരും. അതുകൊണ്ട് തന്നെ ട്രംപ് എവിടെയും വരാത്തൊരവസ്ഥയിൽ പെട്ടിരിക്കുന്നതാണ് ഈ ഒരൊറ്റ മെസ്സേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി ഇപ്പോഴും നെതന്യാഹു ഇന്നലെ സംസാരിച്ചത്, അതിനുശേഷമാണ് ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവന മുന്നോട്ട് വരുന്നത്. അപ്പം തന്നെ ഇനി യുദ്ധം ഏത് രീതിയിലോട്ട് എങ്ങനെ പോകുന്ന അറിയാം. എന്താ ലാസ്റ്റ് പറയാനുള്ളത്, ഇറാനിനൊന്നും പറയാനില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. മുസ്തഫ കാമിനിയുടെ ഇന്നത്തെ ഒരു ഡീറ്റെയിൽസ് പുറത്തു വന്ന് നമ്മൾ കണ്ടു. അതായത് CNN-നായിരുന്നു ഈ ഒരു റിപ്പോർട്ട് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അതായത് ഇത്രയും ദിവസം അല്ലെങ്കിൽ പരിക്കുകൾ മൂലം മാറിയെന്ന് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് അമേരിക്കൻ പല രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളും പുറത്തോട്ട് വിട്ടെങ്കിലും അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഇന്ന് വന്നിട്ടുണ്ട്. അതായത് ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ അലി ഖാംനി ഇപ്പം ഇന്ന് ഇപ്പം 9-ാം തീയതി മെയ് 10-ാം തീയതിയാണ് ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് ഏത് രീതിയിലുള്ള ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞാലും ശക്തമായിട്ട് തിരിച്ചടിച്ചോളാനാണ്. അപ്പോൾ CNN പുറത്തോട്ട് വിട്ടതിൽ മുസ്തഫ കാമിനി പൊതുവേദിയിൽ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും അയാൾ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടുണ്ട്. അയാളുടെ ഏതാണോ അയാൾക്ക് പറ്റിയ പരിക്കുകളിൽ നിന്നും അസുഖത്തിൽ നിന്നും ആൾ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടുണ്ട്. പിന്നെ പൊതുവേദിയിൽ വരുന്നില്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഇപ്പോഴും കംപ്ലീറ്റ്ലി നോക്കുന്നതും ആ തീരുമാനങ്ങൾ എടുക്കുന്നതും മുസ്തഫ കാമിനിയാണ് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷി, മിസൈൽ സംബന്ധിച്ചുള്ള എല്ലാ രീതിയിലുള്ള പ്രതിരോധ ശേഷിയിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യരുത്, ഹോർമോസ് കടലിടുക്കിൻ്റെ കാര്യത്തിലും ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യരുത് എന്നും കൂടെ മുസ്തഫ അലി ഖാംനി ഇന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഹോർമോസ് കടലിടുക്കിന് മേൽ ഇറാൻ്റെ പരമാധികാരം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. മിസൈൽ ശേഖരത്തിൻ്റെ 75% മൊബൈൽ ലോഞ്ചറുകളുടെ 75% ശേഖരം സുരക്ഷിതമാണെന്നും CIA-യുടെ ഈ ഒരു റിപ്പോർട്ടിൽ പുറത്തോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ ഇത് ഇപ്പോഴും സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ മിസൈൽ ശേഖരത്തിൻ്റെ ഭൂരിഭാഗവും കരുതി വെക്കാനുള്ള തീരുമാനം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശത്രുവിനെ തളർത്താനുള്ള നീക്കമാണ് എന്നാണ് ഇപ്പം അമേരിക്കൻ ഇൻ്റലിജൻസ് കരുതുന്നത് എന്നാണ് CNN-ൻ്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. മെയ് 10-ന് ഖത്തർ, UAE എന്നീ സ്ഥലങ്ങളിലേക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ഇപ്പോഴും മുസ്തഫ കാമിനി, അതായത് ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്ക് വരെയുള്ള
അന്തിമ അനുമതി നൽകുന്നത് മുജ്തബ അലി കാംനിയാണെന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടായിട്ട് CNN പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അപ്പം യുദ്ധം ഇനി ഏത് രീതിയിലോട്ടൊക്കെ കൺവേർട്ടായി പോകും, എങ്ങനെയായിരിക്കും ഇനി ഒരു അടി നടക്കാൻ പോകും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഇത് അവസാന ഒരു ഇതായിരുന്നു, ചർച്ചയുടെ ഭാഗമായിരുന്നു ഇപ്പം ഇന്നലെ പുറത്തോട്ട് വിട്ടിരുന്നത്. അതും ഇപ്പം കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ഇനി അമേരിക്കയുടെ ഒരു അവസ്ഥ എന്നും പറഞ്ഞിട്ട് ഇപ്പം ന്യൂയോർക്ക് ടൈംസിൽ ഇന്ന് വന്നിട്ടുള്ള മറ്റൊരു വാർത്ത ഞാൻ പറഞ്ഞുതരാം. അതായത് ന്യൂയോർക്ക് ടൈംസിൽ വന്നിട്ടുള്ളത് ഇങ്ങനൊരു തലക്കെട്ടോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇറാൻ പ്രൊപ്പഗണ്ട എന്നും പറഞ്ഞ് കാണിക്കുന്ന പല ഇറാൻ കാണിക്കുന്ന, അതായത് ഇറാൻ പ്രോപ്പർലി കാണിക്കുന്ന പല സാറ്റലൈറ്റ് ഇമേജുകളും ഉണ്ട് അല്ലേ. അമേരിക്കയുടെ താവളങ്ങൾ തകർന്നതും റഡാറുകൾ തകർന്നതും ഫ്ലൈറ്റുകളും മറ്റു കാര്യങ്ങളും തകർന്നതും ഒക്കെ ആയിട്ട് ഇടക്കിടക്ക് ഇവരിങ്ങനെ കാണിക്കാറുണ്ട്. ഇവർ ക്യാപ്ചർ ചെയ്യുന്ന ചിത്രങ്ങൾ, അതായത് റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടു കൂടി. ഇതെല്ലാം പ്രൊപ്പഗണ്ട എന്നാണ് അമേരിക്ക ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ ന്യൂയോർക്ക് ടൈംസിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇറാൻ കാണിക്കുന്നത് റിയലും അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രൊപ്പഗണ്ടയാണെന്നാണ് ആ ഒരു ന്യൂസിൽ ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. അതായത് ഇറാൻ്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ എല്ലാം സത്യമാണ്, ഒന്നും വ്യാജമല്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് സ്ഥിരീകരിച്ച് റിപ്പോർട്ടുകൾ വരുന്നത്. യൂറോപ്യൻ ഉപഗ്രഹ ഡാറ്റയുമായിട്ട് ഒത്തുനോക്കുമ്പോൾ ഇറാൻ കാണിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളെല്ലാം കൃത്യമാണെന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒന്നുപോലും വ്യാജമല്ല എന്നും കൂടെ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ ഒരു വിശകലനം വ്യക്തമാക്കുന്നുണ്ട്. ഇനി അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് നേരെയുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് എന്നും 7 രാജ്യങ്ങളായിട്ട് പടർന്നു കിടക്കുന്ന 18 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളാണ് ഇറാൻ അവരുടെ സായുധ ഗ്രൂപ്പുകളും ചേർന്ന് ആക്രമിച്ചിട്ടുള്ളത് എന്നും ഇതിൽ കുവൈറ്റിലെ 6 അമേരിക്കൻ സൈനികരും സൗദിയിലെ ഒരാളും കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. പക്ഷേ അതല്ല, അതിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രോൺ യുദ്ധതന്ത്രങ്ങളും അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. കുറഞ്ഞ പൈസ ഉള്ള ഡ്രോണുകൾ ഉണ്ടാക്കിയിട്ട് അമേരിക്കയുടെ കോടിക്കണക്കിന് രൂപയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ തകർക്കാൻ ഇറാന് വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു. ജോർദാനിൽ ഏകദേശം $500 മില്യൺ വിലമതിക്കുന്ന റഡാർ സിസ്റ്റം വരെ ഇറാൻ തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും അമേരിക്കയുടെ മറ്റ് ബ്ലാക്ക് ഹോക്ക് പോലത്തെ വലിയ വലിയ ഹെലികോപ്റ്ററുകളും മറ്റ് പല സാധനങ്ങളും നിഷ്പ്രഭമാക്കി തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ അമേരിക്കയ്ക്കുള്ള അടിയാണ് എന്നാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ ഒരു റിപ്പോർട്ട് ഇന്നലെ പുറത്ത് വന്നിട്ടുള്ളത്. അതായത് തോറ്റമ്പിയിരിക്കുന്ന ഒരു അവസ്ഥ, ഉള്ള സാധനങ്ങളൊക്കെ എത്ര പൊട്ടിച്ചിട്ടും ഇറാനെ തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പെട്ടിരിക്കുകയാണ് അമേരിക്ക എന്നുള്ള റിപ്പോർട്ടുകൾ ന്യൂയോർക്ക് ടൈംസ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇനി മറ്റൊരു റിപ്പോർട്ടും കൂടെ വരുന്നുണ്ട്. അതാണ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഇത് വാഷിങ്ടണും ടെല്ലവീവും തമ്മിലുള്ള അന്തരം വളരെയധികം കൂടിയിരിക്കുക എന്നാണ് പറയുന്നത്. ഇത് മാരീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്രായേലി പത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ട്രംപും നെതന്യാഹും തമ്മിലുള്ള രഹസ്യ അകൽച്ച, അതായത് വാഷിങ്ടണും ടെല്ലവീവും തമ്മിലുള്ള വിശ്വാസ പ്രതിസന്ധി വളരെ രൂക്ഷമായിട്ടുണ്ട് എന്നാണ് മാരീവ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള വിശ്വാസക്കുറവ് സൂചിപ്പിക്കുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. മാരീവ് പത്രമാണ് ഈ ഒരു വിശകലനം പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അതായത് ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ, പാകിസ്ഥാൻ മധ്യസ്ഥതയിലുള്ള സമാധാന ചർച്ചകൾ തുടങ്ങിയ പ്രധാന തീരുമാനങ്ങളിൽ നിന്നും അമേരിക്ക ഇസ്രായേലിനെ ഒഴിവാക്കി നിർത്തിയതാണ് ഇസ്രായേലിനും അല്ലെങ്കിൽ നെതന്യാഹുവിനും ഏറ്റവും കൂടുതൽ ട്രംപുമായിട്ടുള്ള ആ ഒരു അകൽച്ച ഉണ്ടാവാനുള്ള കാരണം എന്നാണ് പറഞ്ഞത്. വൈറ്റ് ഹൗസ് ഇസ്രായേൽ നയതന്ത്രപരമായിട്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നും, അതായത് വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നും ദീർഘകാല സഖ്യകക്ഷികളായിട്ടുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം തണുപ്പൻ മനോഭാവം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യങ്ങളുമാണ് ഈ പത്രം പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട പ്രാദേശിക തീരുമാനങ്ങളിൽ ഇസ്രായേലിൻ്റെ അഭിപ്രായം അമേരിക്ക തേടുന്നില്ല എന്നും ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകളിൽ പാകിസ്ഥാൻ വഹിക്കുന്ന മധ്യസ്ഥ റോളിനെക്കുറിച്ച് അതിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തിയതിനെക്കുറിച്ചും ട്രംപിൻ്റെ പുതിയ വിദേശ നയ മുൻഗണനകൾക്ക് നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് മാരീവ് പത്രം പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അതായത് യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കരുതുന്നുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്തത് നെതന്യാഹുവാണ്. നെതന്യാഹുവിന് എങ്ങനെയെങ്കിലും ആ ഒരു രാജ്യം തീരണം, അല്ലെങ്കിൽ തൻ്റെ വിശാല ഇസ്രായേൽ പടർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഇറാൻ തീർന്നിരിക്കണം എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അത് എത്രത്തോളം ഉണ്ട്, അതായത് ഇപ്പം മുസ്ലിങ്ങളെ തീർത്ത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ അടുത്ത് തീർക്കണം എന്നുള്ള ജൂതൻ്റെ ഒരു കളി, അല്ലെങ്കിൽ ജൂതൻ്റെ ഉള്ളിലിരിപ്പ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഒരു പാർട്ട് 1 ചെയ്തിരുന്നു. അത് ഞാൻ ഇന്ന് അടുത്തൊരു പാർട്ട് 2 കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു നെതന്യാഹുവിൻ്റെ ഉള്ളിലിരിപ്പ്. പക്ഷേ ഇപ്പം ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ രണ്ടുപേരുടെയും ഉള്ളിൽ അകൽച്ച വ്യക്തമാക്കിക്കൊണ്ടുള്ള ഇത് ഇപ്പം അത് അമേരിക്കയിലും അത് വ്യക്തമാണ്, അതുപോലെ തന്നെ ഇസ്രായേലിലും ഈ ഒരു ഡീറ്റെയിൽസ് ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഇതൊക്കെയാണ് ഇപ്പം ഇന്നലത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. ഏത് രീതിയിലാണ് ഇനിയിപ്പം യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അമേരിക്ക ആ എല്ലാം തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് ഇറാൻ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. യുദ്ധം നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളെല്ലാ സാധനങ്ങളും ഞങ്ങളുടെ എല്ലാ എന്താ പറയുക
മിസൈൽ ഇതെല്ലാം ലോഞ്ചറുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ ലക്ഷ്യസ്ഥാനങ്ങൾ ഞങ്ങൾ തീർക്കാൻ വേണ്ടി റെഡി ആയിട്ടാണ്. നിങ്ങൾ തുടങ്ങിക്കോ, ഞങ്ങൾ തിരിച്ചടിക്കാൻ റെഡിയാണെന്നാണ് അമേരിക്ക ഇപ്പം ഇറാൻ പുറത്തോട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്തതിനു ശേഷം ഇനി രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്തതിന് ഇടയിൽ വേറെ വല്ല വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് തരാം. അടുത്ത വീഡിയോയിൽ കാണാം.